ആരാണ്ടൊക്കെ അടുപ്പിൽ ഏതാണ്ടാകാന്നൊക്കെ പറഞ്ഞോളൂ അല്ലേ? ഞങ്ങൾക്കൊക്കെ ആകാം. മക്കൾക്ക് സ്ക്രീൻ അഡിക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നവരൊന്ന് കൈക്കൂട്ടിക്കും. ഭക്ഷണം കഴിക്കണമെങ്കിൽ ഫോൺ വേണം. ഫോണിൽ പാട്ട് കേട്ടോണ്ട് അവരിപ്പോ പഠിക്കത്ത് പോലും ഉള്ളൂ. ഈ സ്മാർട്ട് ഫോണിന്റെ അത്രയും സന്തോഷം തരുന്ന വേറെ ഏത് സാധനമാണ് ഉള്ളത്? സിനിമ കാണാം, പാട്ട് കേൾക്കാം, സ്പോർട്സ് കാണാം, ഗെയിം കളിക്കാം, എല്ലാ സംഭവം കിട്ടുന്ന സാധനം. ഇത് തരുന്നൊരു ഡോപ്പാമിൻ റഷ് ഉണ്ട്. ഡോപ്പാമിൻ റഷ് ഇന്നേ വരെ ഒരു റീല് കാണാൻ കയറിയിട്ട് നമ്മൾ ആരെങ്കിലും ഒരു റീലെ നിർത്തിയിട്ടുണ്ടോ? എന്തിനാണോ കയറിയത് അതിന് പോലും അല്ല പിന്നെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഈ ഒരു സന്തോഷത്തെ റീപ്ലേസ് ചെയ്യാൻ ഒരു സാധനം കാണിച്ചു കൊടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ സ്ക്രീൻ അഡിക്ഷൻ ഓവർകം ചെയ്യാൻ പറ്റും. കൊച്ചിനോട് ചെയ്യരുത് എന്ന് പറയുന്നതിന് പകരം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കണം. നീന്താൻ അറിയാവുന്നവരൊന്ന് കൈപ്പൊക്കാവോ? വെള്ളത്തിലിറങ്ങി നീന്തിയിട്ടുള്ളവര് ഭയങ്കര രസമല്ലേ? ആ സമയത്ത് അപ്പനും അമ്മയുണ്ട് കറ എന്ന് പറഞ്ഞാൽ അമ്മ ഒരു അകലെ സമയത്ത് കാരണം ഇറങ്ങി നീന്തുന്ന നമുക്കതിന്റെ സുഖം അറിയത്തുള്ളൂ. ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളൊരു സുഖം ആ കളിക്കുന്നവർക്ക് അറിയത്തുള്ളൂ, വെളിയിൽ നിന്ന് കാണുന്നവർക്ക് അറിയില്ല. ഈ ഫോണിലൂടെ കിട്ടുന്ന സുഖം ഒരു പക്ഷേ അവന്റെ അപ്പനോടോ അമ്മയോടോ സംസാരിക്കുന്നതിലേറെ, ഏതൊരു ഫംഗ്ഷനിലും പോകുന്നതിലേറെ സന്തോഷം അവൻ അതിലൂടെ കണ്ടെത്തുന്നുണ്ടെങ്കിൽ അത് മാറ്റണമെങ്കിൽ ഒറ്റ മാർഗ്ഗമുള്ളൂ, അതിലേറെ സന്തോഷമുള്ള ഒരു സാധനം കൊടുക്കാൻ പറ്റണം. നിങ്ങൾ ഈ കൈപൊക്കിയ അച്ഛനോടും അമ്മമാരോടും ഒപ്പം ഞാനും കൈപൊക്കുന്നു. ഞങ്ങളുടെ മകന് 2.5 വയസ്സുള്ളപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു അവന് സ്ക്രീൻ അഡിക്ഷൻ ഉണ്ട് എന്ന്. അപ്പോൾ ഇതിനൊരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ വേണം. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്താണ് എന്നോട് പറഞ്ഞത്, പിള്ളേർക്ക് ക്രാഫ്റ്റ് ട്രെയിനിങ് പഠിപ്പിച്ചാൽ ഇത് മാറുമെന്ന് പറഞ്ഞ് ഞാൻ എറണാകുളത്തുള്ള ഈ ക്രാഫ്റ്റിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ഒരു ടീമിൻ്റെ അടുത്ത് പോയി. എന്നിട്ട് അവർ ഒരു കിറ്റൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് എൻ്റെ മകനെ ട്രെയിൻ ചെയ്യിക്കാൻ തുടങ്ങി. 2.5 വയസ്സ് മുതൽ റെഗുലറായിട്ട് ട്രെയിൻ ചെയ്യിച്ചു തുടങ്ങി. അവൻ അത്ര വരയ്ക്കാനോ ഒന്നും കഴിവുള്ള ആളല്ല. ഇപ്പോൾ UKG ജസ്റ്റ് കഴിഞ്ഞു. അവൻ്റെ ടീച്ചർ പറഞ്ഞൊരു വാക്കുണ്ട്, ലോക്നാഥ് എത്ര ഭംഗിയിലാണ് വരയ്ക്കുന്നത്. അവനൊരു ബുക്ക് കിട്ടിയാൽ വരച്ചങ്ങ് തള്ളുക. കാരണം അവന് ഈ ക്രാഫ്റ്റിലൂടെ വരച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ അഭിനന്ദനം കൊടുക്കൂലേ, അത് കൊടുക്കുന്നൊരു കിക്കുണ്ട്. എടാ സൂപ്പർ വരയാ കേട്ടോ. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന കിക്ക് മറ്റേ ഡോപ്പാമിനേക്കാളും മുകളിൽ റഷ് കിട്ടാൻ തുടങ്ങി. എൻ്റെ മകനിൽ ഇത് അപ്ലൈ ചെയ്തതിനു ശേഷം ഞങ്ങൾ ചെയ്യുന്ന വെച്ചാൽ ഇതെങ്ങനെ നാട്ടിലിറക്കാമെന്നൊരു തീരുമാനം ഞങ്ങളൊരു സ്റ്റഡി നടത്തി. ആ സ്റ്റഡി നടത്തിയപ്പോൾ ഒത്തിരി കുട്ടികളിൽ പല കൈൻഡ് ഓഫ് ലൈഫ് സ്കിൽസിൻ്റെ കുറവുകൾ ഞങ്ങൾ കണ്ടു. അപ്പോൾ അതിന് പരിഹാരമായിട്ട് ഞങ്ങളൊരു ഓൺലൈൻ കോഴ്സ് തന്നെ തുടങ്ങി, ക്രാഫ്റ്റ് വഴി കുട്ടികളുടെ സ്ക്രീൻ അഡിക്ഷൻ മാറ്റാനായിട്ട്. ആ കോഴ്സ് ലീഡ് ചെയ്യുന്ന വ്യക്തിയാണ് നമ്മുടെ ജസ്റ്റിൻ ജോസഫ് സാറാണ്. സാർ 2 ബാച്ച് നയിച്ചു. സ്ക്രീൻ അഡിക്ഷൻ ഇല്ലാത്ത രക്ഷകർത്താക്കൾ ഒന്ന് കൈപൊക്കിക്കേ. ഞാൻ മക്കളെ വിളിക്കാം, ഈ വീഡിയോ എടുത്ത് വെച്ചോളെ സിസ്റ്റർ, ഞാൻ അയച്ചു തരാം, മക്കൾക്ക് ഇത് അയച്ചു കൊടുക്കണേ. എന്തോ ഞങ്ങൾ മുതിർന്നേക്കാകുമ്പോ ആകാം, ആരാണ്ടൊക്കെ അടുപ്പിൽ ഏതാണ്ടാകാന്നൊക്കെ പറഞ്ഞോളൂ അല്ലേ? ഞങ്ങൾക്കൊക്കെ ആകാം. അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, പേരൻസിന് വേണ്ടിയിട്ട് ഒരു ക്രാഫ്റ്റിന്റെ കോഴ്സ് തുടങ്ങാനായിട്ട്. അല്ലെങ്കിൽ രക്ഷയില്ല.